ഹോർമൂസ് കടലിടുക്കിൽ ചരക്കു കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് US തിരിച്ചടി. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് US വ്യോമാക്രമണം നടത്തി. വ്യാഴാഴ്ചയാണ് ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് സിംഗപ്പൂർ പതാകയുള്ള വാണിജ്യ ചരക്ക് കപ്പലിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. ഇറാന്റെ നടപടി വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തി. അതിന് തൊട്ടുപിന്നാലെയായിരുന്നു അമേരിക്കൻ സൈന്യത്തിന്റെ ആക്രമണം. ഇറാന്റെ മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളിലും തീരദേശ റഡാർ സംവിധാനങ്ങളിലുമാണ് വെള്ളിയാഴ്ച US സൈന്യം ആക്രമണം നടത്തിയതെന്ന് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഹോർമൂസ് കടലിടുക്കിന് സമീപത്തും ഖെഷം ദ്വീപിലുമുള്ള കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടത്. ചരക്ക് കപ്പൽ ആക്രമിച്ച ഇറാനുള്ള ശക്തമായ മറുപടിയാണിതെന്ന് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഇറാന്റെ ആക്രമണത്തിൽ ഒരു ഡ്രോൺ കപ്പലിൽ പതിക്കുകയും കപ്പലിന് കേടുപറ്റുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. ചരക്ക് കപ്പൽ ആക്രമിക്കപ്പെട്ടതോടെ ഹോർമൂസിലെ കപ്പൽ നീക്കം വീണ്ടും പ്രതിസന്ധിയിലായി. മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന 11,000-ത്തിലധികം നാവികരെ സുരക്ഷിതമായി മാറ്റുന്നതിനുള്ള നടപടികളും തടസ്സപ്പെട്ടു. അതേസമയം ഇറാനുമായുള്ള വെടിനിർത്തൽ തുടരാനുള്ള ശ്രമം നടത്തുമെന്ന് US സൈന്യം വെടിനിർത്തൽ കരാർ പൂർണ്ണമായും നടപ്പാക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ US സൈന്യം ജാഗ്രത പാലിക്കുമെന്നും US സെൻട്രൽ കമാൻഡ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.